CPM-നെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങിയ PV അൻവർ MLA-യുടെ രാഷ്ട്രീയ നീക്കങ്ങൾ CPM-നും ഇടതുമുന്നണിക്കും മാത്രമല്ല UDF-നും തലവേദനയാകും. അൻവർ കൂട്ടാളികളും ഇനി നടത്താനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ UDF-ന്റെ കുട്ടയിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് സൂചന. പുതിയൊരു ന്യൂനപക്ഷ പാർട്ടിക്കാണ് അൻവറിന്റെ പടയൊരുക്കം. മുൻപ് ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയ തവനൂർ MLA ആയ KT ജലീൽ, കുന്നമംഗലം MLA PTA റഹീം എന്നിവരൊക്കെയും അൻവറിന്റെ പാർട്ടിയിൽ ഒപ്പമുണ്ടായിരിക്കുക എന്നതാണ് സൂചനകൾ. മാത്രമല്ല, മുസ്ലിം ലീഗിൽ നിന്നടക്കം ചില നേതാക്കൾ അൻവർ ടീമിനൊപ്പം ചേരുമോ എന്നും സന്ദേഹമുണ്ട്. ഇവിടെയാണ് UDF-ന്റെ യഥാർത്ഥ പ്രതിസന്ധി. നിലവിൽ അൻവറിനെയല്ല, അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെയാണ് UDF പിന്തുണയ്ക്കുന്നത്. അത് തന്ത്രപരമായ നീക്കവുമാണ്. കാരണം മേൽ സൂചിപ്പിച്ചതുപോലെയാണ് അൻവറിന്റെ പാർട്ടിയെങ്കിൽ അത് അതേ തട്ടകത്തിലുള്ള മുസ്ലിം ലീഗിന് വെല്ലുവിളിയാകും. ലീഗിനേക്കാൾ ഒരു പടി കൂടി കടന്ന തീവ്ര മുസ്ലിം നിലപാടുള്ള പാർട്ടി എന്നാണ് അൻവറിന്റെ നീക്കം. അങ്ങനെ ഒരു മുസ്ലിം പാർട്ടിയെ കൂടി UDF-ൽ കക്ഷിയായി സ്വീകരിച്ചാൽ മുന്നണിയുടെ സാമുദായിക സന്തുലിതാവസ്ഥ ആകെ താളം തെറ്റും. ഭൂരിപക്ഷ സമുദായങ്ങൾ മുന്നണിയെ കൈവിടും. ക്രൈസ്തവ വിഭാഗങ്ങളും മുന്നണിയെ അകലത്തിൽ നിർത്താൻ നിർബന്ധിതരാകും. അതിനെല്ലാം പുറമെ അകത്ത് മുസ്ലിം ലീഗും പുതിയ പാർട്ടിയും തമ്മിലുള്ള ബലാബലങ്ങളും തലവേദനയാകും. ഇനി അൻവറിന്റെ പാർട്ടിയെ കൂടി ഉൾക്കൊള്ളാൻ UDF തീരുമാനിച്ചാൽ അത് ബാലൻസ് ചെയ്യുമെങ്കിൽ ഏത് വിധേനയും ക്രൈസ്തവ പ്രാതിനിധ്യത്തിനായി കേരള കോൺഗ്രസ് എമ്മിനോട് കൂടി മുന്നണിയിലേക്ക് എത്തിക്കേണ്ടി വരും. PV അൻവറും ഒപ്പമുള്ള നേതാക്കളും കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ ചേരുകയാണെങ്കിൽ UDF-ന്റെ എല്ലാ തലവേദനകളും മാറും. കാര്യങ്ങൾ സുഗമമാകും. മലബാറിൽ ഇടതുപക്ഷ തേരോട്ടത്തെ കെട്ടുപിടിക്കാൻ പോകുന്ന സംഘബലമായി അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അൻവറിന്റെ നീക്കങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഘട്ടത്തിലെങ്കിലും മുന്നോട്ട് പോകുമെന്നത് വ്യക്തമാണ്. തീവ്ര മുസ്ലിം നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് തന്നെയാണ് ലക്ഷ്യം. ഡോക്ടർ KT ജലീൽ ആയിരിക്കും ആ പാർട്ടിയെ നയിക്കുക എന്നതും വിലയിരുത്തപ്പെടുന്നുണ്ട്. ജലീൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറി പാണക്കാട് തങ്ങൾമാരെ പോലെ പാർട്ടിയെ നയിക്കും. പകരം PV അൻവർ പാർലമെന്ററി പാർട്ടിയെയും നയിക്കും. അതാകും ഫോർമുല എന്നതാണ് സൂചനകൾ. ഇപ്പോൾ ഈ വിവാദങ്ങളിലൊന്നും തന്നെ അകപ്പെടാതെ മാറി നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തെ മറ്റൊരു ഉന്നതനും തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ ചേരിയിലെത്തുമെന്നും പറയപ്പെടുന്നുണ്ട്. ലീഗിൽ നിന്നും ശക്തരായ അസംതൃപ്തർ തന്നെ ഇവർക്കൊപ്പം കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തുതന്നെയാണെങ്കിലും അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം വീടിന് മുന്നിൽ അൻവറിന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നിരന്നു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൻവറിന്റെ നീക്കം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എങ്കിൽ കൃത്യമായി തന്നെ പ്ലാനിങ്ങോട് കൂടി ഇറങ്ങിത്തിരിച്ചതാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം തുടക്കത്തിൽ തന്നെ അൻവറിന്റെ ആരോപണം ADGP-ക്ക് എതിരെ മാത്രമായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് വലിയ തരത്തിലുള്ള പ്രതിരോധവും അൻവർ തീർത്തിരുന്നു. മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് നീളാതെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അൻവർ ശ്രമിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ CPM-ൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന പിന്തുണ ലഭിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്ന സാഹചര്യത്തിൽ അത്രയും മൂർച്ചയേറിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഒരർത്ഥത്തിൽ CPM-ന്റെ ഇതുവരെയുള്ള ശീലമനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പോലും നഷ്ടമാകാവുന്ന തരത്തിലുള്ള വെല്ലുവിളികളും ആരോപണങ്ങളുമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇന്നത്തെ CPM-ന്റെ സ്ഥിതി മാറിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ അൻവറിന്റെ ആരോപണങ്ങൾ കേവലം ആരോപണം മാത്രമായി നിൽക്കുന്നതിന്റെ കാരണവും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്നത് അദ്ദേഹം തനിച്ചല്ല എന്ന് തന്നെയാണ്. താൻ സംസാരിക്കുന്നത് മറ്റാർക്കൊക്കെ വേണ്ടിയാണ്. പക്ഷേ മറ്റാരെ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ലെങ്കിൽ പോലും ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. താൻ സംസാരിക്കുന്നത് പാർട്ടിയിൽ ശബ്ദമില്ലാതെ പോയ സാധാരണക്കാർക്ക് വേണ്ടിയാണ്, സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ്, അണികൾക്ക് വേണ്ടിയാണ് എന്നെല്ലാമാണ് പറയുന്നത്. പാർട്ടിയുടെ ചില നടപടികളിലെല്ലാം തന്നെ ശ്വാസം മുട്ടുന്നവർ ഏറെയാണ്. അവർക്ക് സംസാരിക്കാൻ പോലും ആകുന്നില്ല. അവരുടെ ശബ്ദമായാണ് താൻ മാറുന്നത് എന്നെല്ലാം തന്നെ അൻവർ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അൻവറിന് പിന്നിൽ ഒരു പടയുണ്ട് എന്ന് തന്നെയാണ് അൻവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും അത്തരമൊരു വലിയൊരു പട അൻവറിന് പുറകിലുണ്ട് എങ്കിൽ പോലും മേൽ സൂചിപ്പിച്ച പോലെ നിരവധി നേതാക്കളും അൻവറിന് പുറകിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അൻവറിന്റെ ഉദ്ദേശം മറ്റൊരു പാർട്ടി രൂപീകരിക്കുക എന്നതും ആ പാർട്ടി യഥാർത്ഥത്തിൽ CPM-നെയും UDF-നെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരിക്കാം എന്നുള്ളതുമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. എന്നാൽ അതേസമയം തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ വാക്കുകളിലൊന്നും തന്നെ കോൺഗ്രസിലേക്ക് പോകുകയില്ല എന്നുള്ള വാക്കുകൾ വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിനെയോ അഥവാ UDF-നെയോ ഹനിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയോഗങ്ങളും വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അൻവറിനെ സംബന്ധിച്ച് ആദ്യം പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് VD സതീശന്റെ പേര് ഉയർന്നു വന്നതെങ്കിൽ
പിന്നീട് അൻവർ വിളിച്ച പത്രസമ്മേളനങ്ങളൊന്നും തന്നെ അൻവർ വി.ഡി. സതീശന്റെ പേര് പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിനർത്ഥം അൻവറിന്റെ പാർട്ടി ഒരർത്ഥത്തിൽ UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് തന്നെയാണ്. അതായത് അൻവറിനെ സംബന്ധിച്ച് UDF-ന് എതിർപ്പില്ല എങ്കിൽ, ഒരർത്ഥത്തിൽ ലീഗിന് എതിർപ്പില്ല എങ്കിൽ, അഥവാ കോൺഗ്രസിന് എതിർപ്പില്ല എങ്കിൽ ഒരു ക്ഷണം ലഭിക്കുകയാണെങ്കിൽ അൻവർ കോൺഗ്രസിലേക്കോ UDF-ലേക്കോ ചേക്കേറാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ അതേസമയം തന്നെ അൻവർ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അൻവർ ഇപ്പോൾ MLA ആയി തന്നെ തുടർന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലും മുന്നണി മാറ്റത്തിലേക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളും ആദ്യമേ തന്നെ തലപൊക്കിയിരുന്നു. എന്തു തന്നെയാണെങ്കിലും അൻവർ ഇന്ന് ചേരുന്ന യോഗത്തോടുകൂടി അൻവറിന്റെ പുതിയ തീരുമാനം എന്താകും എന്നുള്ള സൂചനകൾ ലഭിക്കും. KT ജലീലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകളും വ്യക്തമാക്കും. സ്വാഭാവികമായും ഒരു പാർട്ടിയിലേക്ക് തന്നെയാണ് അൻവർ നീങ്ങുന്നതെങ്കിൽ ആ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്, ആ പാർട്ടി ഏതെങ്കിലും മുന്നോടിയോട് കൂടി ചേരുമോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. UDF-നോട് കൂടി ചേരുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് അത് ഇരട്ടി നേട്ടം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ UDF-ൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ തിരിച്ചടി തന്നെയായിരിക്കും UDF-ന് ലഭിക്കുക.